കമൻസ് വന്നതിൽ നിന്നും അക്സെപ്റ്റ് ചെയ്ത ഒരു സർപ്രൈസാണ് കേട്ടോ. ഞാനത് വേണ്ട എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടൊക്കെ ഇരുന്ന കാര്യമാണ്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് സങ്കടമൊക്കെ വരുമ്പം ചിലതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലേ. ഇങ്ങനെ വലിയ വലിയ സംഭവമൊന്നും അല്ല, അതിലൊന്നും ഒരു കാര്യമില്ല. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോയതാണ് കേട്ടോ. പള്ളിയിൽ പോയിട്ട് വന്നതാണ്. ഇപ്പോൾ ഒരു സർപ്രൈസ് ഉണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട്. ലാസ്റ്റ് ആയിരിക്കും. ഒത്തിരി കമൻസ് വന്നതിൽ നിന്നും അക്സെപ്റ്റ് ചെയ്ത ഒരു സർപ്രൈസാണ് കേട്ടോ. ഞാനത് വേണ്ട എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടൊക്കെ ഇരുന്ന കാര്യമാണ്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് സങ്കടമൊക്കെ വരുമ്പം ചിലതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലേ. ഇങ്ങനെ വലിയ വലിയ സംഭവമൊന്നും അല്ല, അതിലൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ പള്ളിയിലൊക്കെ പോയി ഞാൻ കഴിഞ്ഞ ദിവസം പള്ളിയിൽ പോകാൻ വേണ്ടി കഴിഞ്ഞ ഞായറാഴ്ച ഈ സാരി എടുത്തുകൊടുത്തപ്പോൾ ചറപറാന്ന് പറഞ്ഞു മഴ. ഇതെന്തുവാടാ, പഴം തിന്നുന്നു മാറി നിന്ന്. എന്നിട്ട് പിന്നെ അത് മാറ്റി ചുരിദാർ എടുത്തിട്ട് ഇപ്പം മഴയുടെ കട്ടി അങ്ങ് കൂടി. അങ്ങനെയാണ് നമുക്ക് കുറച്ച് അവധിയൊക്കെ കിട്ടിയില്ലേ. എന്നാൽ പോട്ടെ, ഇപ്പോൾ 2 ദിവസത്തേക്ക് മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുമായിരുന്നു എന്നും പറഞ്ഞ് വീണ്ടും ഞാൻ ഈ സാരി എടുത്ത് കിട്ടി. അപ്പം നിങ്ങളുടെ മനസ്സിൽ തോന്നിയ കാര്യം തന്നെയാണ്. ഇന്നും മഴയായിരുന്നു കേട്ടോ. രാവിലെ മഴയായിരുന്നു, ചാറ്റൽ മഴ ഉണ്ടായിരുന്നുള്ളേ. എന്നാലും ഞാൻ പിന്നെ ഇത് മാറ്റാനൊന്നും നിന്നില്ല. അപ്പോൾ അതൊക്കെ കൊടുത്ത് ഇന്ന് പള്ളിയിലൊക്കെ പോയി. എനിക്ക് എൻ്റെ ഫ്രണ്ട് യൂട്യൂബ് ഫ്രണ്ട് സന്ധ്യ വാങ്ങിച്ചു തന്ന സാരിയാണ് കേട്ടോ. അപ്പം അവൾ കുവൈറ്റിലാണ്. അൽ മല്ലൂസ് ഫാമിലി ഇൻ കുവൈറ്റ് എന്നൊക്കെ പറഞ്ഞൊരു അക്കൗണ്ടൊക്കെ ഉണ്ട് അവൾക്ക്. ഇടയ്ക്കൊക്കെ കമൻ്റൊക്കെ ഇടാറുണ്ട് കേട്ടോ. അവൾ വീഡിയോ റീൽസൊക്കെ ചെയ്യുന്ന തിരക്കിലൊക്കെ ആയതുകൊണ്ടാണ് അവൾ വരാത്തത്. പിന്നെ നമ്മുടെ കട്ട ഫാനാണ് അവളുടെ മോൻ ആദവുകുട്ടൻ. ലവ് യു ചക്കര. വലിയ ഇഷ്ടമാണ് എനിക്ക് അതിനെ കുഞ്ഞ്. ഇപ്പോൾ പഠിക്കാനൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവൾ വാങ്ങിച്ചു തന്ന സാരി. അപ്പോൾ ഒറ്റ തവണ. അപ്പോൾ ഞാനിന്ന് രാവിലെ ഉടുത്തിട്ട് ഞാൻ പെട്ടെന്ന് അവൾക്ക് ഇതിൻ്റെ ഫോട്ടോയൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ഒരു തവണ ഉടുത്തുള്ളൂ. അപ്പോൾ ഒന്നോടെ ഉടുക്കാനൊരു ആഗ്രഹം കൊണ്ട് അങ്ങ് കൊടുത്തതാണ്. പിന്നെ മഴയായിരുന്നു, വലിയ കാര്യമായിട്ടൊന്നും പെയ്തൊന്നുമില്ല. അപ്പം ഇതെല്ലാവരും കണ്ടിട്ടുള്ള സാരിയാണ് കേട്ടോ. ഞാൻ നേരത്തെ കൊടുത്ത വീഡിയോയൊക്കെ ഉള്ള നല്ല സാരിയാണ് കേട്ടോ. മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതൊക്കെ കാര്യം. ഇതാ ഞാൻ പിങ്ക് ഇട്ടപ്പം ആൻസൂട്ടറിനും പിങ്കൊക്കെ ഇട്ട് വന്നത് കണ്ടോ. അപ്പം ഞങ്ങൾ അവന് പിന്നെ വെള്ളയൊക്കെ ഉണ്ട് കേട്ടോ. പിങ്കും വെള്ളയും ഇല്ലടാ. ഹലോ. പിന്നെ മഞ്ഞയുണ്ട്. മഞ്ഞയുണ്ട്. എനിക്കവിടെ മഞ്ഞ എല്ലാം കൂടെ. പിന്നെ ഞാൻ തന്നെ തയ്ച്ച ബ്ലൗസ്. അപ്പം ഞാൻ എൻ്റെ പൊങ്ങച്ചൻ പറഞ്ഞോണ്ട് നിൽക്കുന്നു. സന്തോഷം. അപ്പം ഞങ്ങൾ കടയിലൊക്കെ പോയി. അപ്പോൾ ഈ മാസത്തേക്കുള്ള സാധനങ്ങളൊന്നും വാങ്ങിയില്ല. അപ്പോൾ എല്ലാവരും പറയും വീട്ടിലേക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വീഡിയോ ഇടണം കേട്ടോ എന്നൊക്കെ പറയും. നമ്മളങ്ങനെ അല്ലാതെ ചില്ലറയൊക്കെ ആയിട്ട് ഇപ്പോൾ വാങ്ങുന്നത് കൂടുതലുവേ. ഞാനിപ്പോഴും ജോലിക്കൊക്കെ പോകുന്നുണ്ട്. മറ്റേ ഞാനെങ്ങും പോകാതെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് എപ്പോഴെപ്പോഴും കടയിൽ പോകണ്ടല്ലോ എന്ന് കരുതി നമ്മൾ ഒരുമിച്ച് എടുക്കുമായിരുന്നു. ഇപ്പം പിന്നെ ഈ ചില്ലറയായിട്ടൊക്കെ പോയിട്ട് വരുമ്പോഴൊക്കെ കറിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങും, മുട്ടയൊക്കെ വാങ്ങും. അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പം വലിയ ഷോപ്പിങ്. അപ്പം എന്താണേലും ഞാൻ വിചാരിച്ചു ഇവിടെ പച്ചരിയും തീർന്നു, കുത്തരിയും തീരാറായി. അപ്പോൾ എല്ലാവരും വാങ്ങാമെന്ന് ഓർത്ത് നമ്മൾ തൊടുപുഴ മങ്ങാട്ടുകവലയിലൊരു ഹോൾസെയിൽ കടയുണ്ട് കേട്ടോ. മങ്ങാട്ടുകവലയിൽ നിന്ന് നമ്മുടെ ഇങ്ങോട്ട് വണ്ണപ്പുറത്തിനൊക്കെ വരുന്ന വഴിക്ക് ആ റോഡ് സൈഡിൽ മങ്ങാട്ടുകവലയിൽ തന്നെ ആ കടയുടെ പേരെന്താടാ എനിക്കറിയത്തില്ല. കടയുടെ പേര് സത്യത്തിൽ ഞാൻ നോക്കിയില്ല. അതിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഒരു ഓപ്പോസിറ്റായിട്ടൊരു തടിമില്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് വാങ്ങി. നല്ല വിലക്കുറവുണ്ട് അവിടെ. ഹോൾസെയിൽ വിലയ്ക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനാണെങ്കിൽ 3 പാക്കറ്റ് കുത്തരി 10 കിലോയുടെ പവിഴം റൈസ് വാങ്ങി. പിന്നെ കുറച്ച് പച്ചരിയൊക്കെ വാങ്ങിച്ചേ. അപ്പം അങ്ങനെ നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാറുള്ളൂ. അല്ലാതെ അനാവശ്യമായിട്ടൊന്നും നമ്മളങ്ങനെയൊന്നും വാങ്ങാറൊന്നുമില്ല. അപ്പം അതൊക്കെയാണ് ഇരിക്കുന്നത്. ഇതൊക്കെ കസേര കയറ്റി വെച്ചേക്കാം. അത് വാങ്ങിച്ചു. പിന്നെ നമ്മൾ ഇതിന് എടുത്തേടാൻസേ എന്നാ ഞാൻ വാങ്ങിയ കാര്യങ്ങളൊക്കെ. ഇത് ആരെങ്കിലും അവല് വാങ്ങിച്ചു. ഇവന് എന്തെങ്കിലുമൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അവലൊക്കെ നല്ല ഹെൽത്തി ഫുഡല്ലേ. അപ്പോൾ ഇച്ചിരി അവലൊക്കെ തിന്നോളും. വേണമെങ്കിൽ വറുത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അവലും കൊണ്ട് മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇത് ഈസ്റ്റ് നമുക്ക് അപ്പം ചൂടാന്നൊക്കെ ഓർത്ത് വാങ്ങിയതാണ് കേട്ടോ. പത്തിനെ പുളിപ്പിക്കാനൊക്കെ വയ്ക്കുമ്പം ഈസ്റ്റൊക്കെ വെച്ചാൽ നല്ലതായിരിക്കും. പിന്നെ ഉഴുന്ന് ദോശയ്ക്ക് വേണ്ടിയിട്ടാണ് ഉഴുന്ന് വാങ്ങിയത്. എടാ അങ്ങനെ കാണിക്കുന്നത് പൊട്ടിപ്പോകൂടാ. ഇതെന്താന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇതെന്ത് പരിപ്പാന്ന് മനസ്സിലായോ ആർക്കെങ്കിലും?
ഇതെന്താണ് വടപ്പരിപ്പ്. നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കുന്ന പരിപ്പാണ്. ഒത്തിരി നാളായി ഞാൻ പരിപ്പ് വട ഉണ്ടാക്കിയിട്ട്. എളുപ്പത്തിന് വേണ്ടി കടയിൽ നിന്നൊക്കെ വാങ്ങുക ചെയ്യുന്നത്. അത് വടപ്പരിപ്പാ, വലിയ പരിപ്പ്. റവ വാങ്ങിയതാണ് കേട്ടോ. ഇവനെ ഇടയ്ക്കൊക്കെ ഇവൻ എന്നോട് പറയാറുണ്ട് ഉപ്പുമാവ് ഉപ്പുമാവ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് പിന്നെ ഇവിടെ ഇല്ലാത്തൊരു സാധനമാണ് കേട്ടോ ഇത്. കുറേ നാളായി ഞാൻ കാര്യങ്ങളങ്ങ് മറന്നു പോവേ. ഈ ഒരു കാര്യം മാത്രം ഞാൻ മറന്നു പോവാറുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഇതാ മനസ്സിലായി കാണുമല്ലോ. ഇതുണ്ട് ഉണക്കമുളക്. എനിക്ക് ഏത് കറിക്കും ഉണക്കമുളക് ഇടണം. എന്ത് കറിക്കും ഉണക്കമുളക് ഇടുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ ഇത് ഇന്നലെ നമ്മൾ വാങ്ങിയ പാത്രമില്ലേ, സോപ്പ് പൊടി പാത്രം, അതിനകത്തേക്ക് ഈ പച്ചരി ഇടണം കേട്ടോ. ഇത് നല്ല പച്ചരിയാണ്. ഇത് എന്ത് പച്ചരി എന്നാടാ പറഞ്ഞ? ആനപ്പച്ചരിയോ? ആനപ്പച്ചരി. ഇതാണ് നമ്മൾ ശരിക്കും സൂപ്പർ മാർക്കറ്റ് ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങി നല്ല അടിപൊളി ഒരു ചാക്കോ അവർ തന്നിട്ടുണ്ട്. ജാവയല്ല ഇറക്കുന്ന ജയ. വായിക്കാൻ അറിയില്ല. ജയ അരി. ജയ അരി വെള്ളരി ആട്ടാ. വെള്ളരിയുടെ ചാക്ക. വെള്ളരി നീ തിന്നോടാ. വെള്ളരിയേക്കാളും നല്ല കുത്തരിയാണ്. പിന്നെ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ ഞാൻ പ്രധാനമായിട്ടും കയറിയത് ബാഗിനകത്താണ്. മെഡിക്കൽ സ്റ്റോറിൽ നമ്മൾ എടാ അതൊക്കെ എടുത്തോ നോക്കട്ടെ ട്രാൻസ്. എല്ലാവരും എന്നെ തല്ലി കൊന്നേക്കരുത്. ഇത് മെട്രോണിഡസോൾ ജെൽ എന്ന് പറഞ്ഞാൽ മെട്രോജിൽ. ഇത് ഈ വായ്ക്കകത്തൊക്കെ ഉണ്ടാവുന്ന മുറിവുകൾ, പഴുപ്പ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിച്ച് അറിയാതെ ആഹാരം കടിക്കുമ്പോൾ ഒരു കടി കൊടുക്കും. ബി കോംപ്ലക്സിൻ്റെ അഭാവം എനിക്ക് ചെറുപ്പം മുതലേ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പം എൻ്റെ വായ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ പഴുത്തിരിക്കുവാണ്. ഇപ്പം അങ്ങനെ എനിക്ക് വരാറില്ല സത്യത്തിൽ. അപ്പം അങ്ങനെ പഴുത്തിരുന്നപ്പം നമ്മൾ വേറെ എവിടെ കൂത്താട്ടുകുളത്തോ ഒക്കെ ഏതോ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ജെല്ല് പോലെ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന മോഡലിലെ മരുന്ന് തന്നെ. എന്നിട്ട് ഇത് പഴുത്തിങ്ങനെ മിണ്ടാമേലാതെ ഇരുന്നപ്പം ക്ലാസ് ടീച്ചറിനോടും ചോദിച്ചു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പാലക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പം അവിടെ ഒരു ഡോക്ടറായിട്ട് ഇരുന്നത്. ആ ഡോക്ടർ എനിക്ക് അന്ന് എഴുതി തന്ന അന്ന് മുതൽ ഞാൻ ഈ സംഭവം ഒന്ന് കൂടെ കൊണ്ടുനടക്കുകയും പിന്നെ അതുപോലെ എനിക്ക് സിസേറിയനൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇൻഫെക്ഷൻ ഉണ്ടായി. ഞാൻ മുതലക്കട ഹോസ്പിറ്റലിൽ 1 മാസത്തോളം അഡ്മിറ്റായി. അപ്പോൾ ആ സമയത്ത് ഈ മരുന്നാണ് സിസ്റ്റർ എനിക്ക് തേച്ച് ശരിക്കും അത് കരിഞ്ഞത് കേട്ടോ. നല്ലൊരു മരുന്നാണ് മെട്രോണിഡസോൾ ജെല്ലെന്ന് പറഞ്ഞ്. ഞാനത് എപ്പോഴും വാങ്ങി വയ്ക്കും തീരുമ്പോൾ. എനിക്കിവിടെ ഉണ്ടായിരുന്നത് ഈ ബാസ്കിമോൻ അതെടുത്ത് കടിച്ചെന്നേ. അതുകൊണ്ട് ഞാനതെടുത്ത് കളഞ്ഞു. അങ്ങനെ ഇന്നത് വാങ്ങിയതാണ് കേട്ടോ. ഇതെന്താ ഇതിനകത്തൊന്നുമില്ലല്ലോ. മരുന്നെന്തിയാ? പിന്നെ ഈ ഇടയ്ക്ക് ഈ ജലദോഷമൊക്കെ എനിക്കിന്നെ ഉണ്ടാകുന്നതുകൊണ്ട് ഈ സിട്രസണൊക്കെ വാങ്ങി വെച്ചതാണ് കേട്ടോ. അതൊരെണ്ണം കഴിച്ച് നല്ല ഉറക്കം കിട്ടും. അത് വേറെ കാര്യം. സിട്രസൺ എൻ്റെ കയ്യിൽ ഇവിടെ ഉണ്ട്. പിന്നെ മെത്താൾ, അതാ പറഞ്ഞ ആരും എന്നെ തല്ലിയേക്കരുതെന്ന്. പെയിൻ കില്ലറാണ്, പക്ഷേ ഓവർ യൂസ് കൊള്ളത്തില്ല. ഓവർ യൂസ് ചെയ്യാറുമില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഈ കുട എടുത്തിട്ട് വിടർത്തി വെച്ചാൽ ആൻസൂടിൻ്റെ കുടയും കൊണ്ടാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ആൻസൂടിന് എന്നോട് പറഞ്ഞു നീ ചോദിക്കണം. പിന്നെ ഞാനൊരു കൂട്ടം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആകെപ്പാടെ ഫേസിലിടുന്ന സാധനം ഇത് മാത്രമാണ് കേട്ടോ. മുഖത്തിടുന്ന ഞാനിപ്പോൾ പൗഡർ പോലെ യൂസ് ചെയ്യാറില്ല. പൗഡർ ഇട്ട് കഴിയുമ്പോൾ എല്ലാവരും പറയും മേക്കപ്പ് ചെയ്യല്ലേ കേട്ടോ. ഞാൻ വേറെ ഒന്നും മുഖത്ത് ഞാനിപ്പം ഇടാറില്ല. ലിപ്സ്റ്റിക്ക് ഇടും, ഇതും ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ ഇത് മറന്നു പോകാറുണ്ട്. അപ്പോൾ ലാക്ടോ കലാമിൻ നല്ലതാണ്. ഓയിലി ബാലൻസിങ് ആണ്. എൻ്റെ ഓയിലി സ്കിന്നാണ് കേട്ടോ. അപ്പോൾ ഈ ലാക്ടോ കലാമിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു പാക്കറ്റോടെ ഫ്രീ കിട്ടിയിട്ടുണ്ട്. അത് കൂടാതെ ഞാൻ ചെറിയ പാക്കറ്റ് വാങ്ങിയായിരുന്നു. അത് എടുത്തില്ലേടാ? എന്തിയാ? എവിടെ? അപ്പോൾ വീട്ടിൽ വലിയ പാക്കറ്റും വെച്ചിട്ട് ഞാനൊരു കുഞ്ഞിത് വാങ്ങിയേ. അപ്പം ഞാൻ ഇടയ്ക്ക് മുഖമൊക്കെ കഴുകാറുണ്ട് കോളേജിൽ പോകുമ്പം. അപ്പം ഇടാലോ എന്നൊക്കെ ഓർത്ത് ഇടാറ്. അങ്ങനെ സമയമൊന്നും കിട്ടാറില്ല. അല്ലല്ല, ഇത് തന്നെയാണ് സംഭവം. അത് സാമ്പിൾ അതിൻ്റെ കൂടെ കാണിച്ച ഫ്രീ കിട്ടിയത് കാണിച്ച. സൺസ്ക്രീൻ ആട്ടോ. ഇതങ്ങനെയാണോടാ കാണിച്ചേ? ഇത് ഫേസ് ലോഷൻ. അതിൻ്റെ തന്നെ ഒരു സൺസ്ക്രീൻ ലോഷൻ കിട്ടിയത് കേട്ടോ.
പക്ഷെ സൺസ്ക്രീൻ ലോഷൻ ഇപ്പം സണ്ണിൻ്റെ ഒന്നുമില്ലല്ലോ. പിന്നെതാ പള്ളിയിൽ വെച്ചൊരു ചേട്ടൻ തന്ന കൃപാസനത്തിൻ്റെ ഇത് മിക്കവാറും തന്നെ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. തൊടുപുഴ സ്റ്റാൻഡിലൊക്കെ ഓരോരുത്തർ കൊണ്ടുതരാറുണ്ട്. കൃപാസന മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് ആര് തന്നാലും ഞാൻ പിന്നെ അത് വാങ്ങും. ചിലരൊന്നും വാങ്ങുന്ന കാണാറില്ല. പിന്നെ നമ്മുടെ ഫ്ലോർ ക്ലീനർ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ടെക്സ്മ ഉപയോഗിച്ചാണ് കേട്ടോ ഫ്ലോർ ക്ലീൻ ചെയ്യുന്നത്. ഇതൊരു തൈര്, നാടൻ തൈര്, പുലിമല തൈര് വാങ്ങിയതാണ്. ആൻസൂട്ടിന് തൈര് വലിയ ഇഷ്ടമാണ്. സാമ്പാർ പൊടി എന്നിട്ട് സാമ്പാറൊക്കെ നമ്മൾ കുറേ നാളായല്ലോ സാമ്പാർ ഉണ്ടാക്കിയിട്ട്. ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊടിയില്ലാന്ന് പറഞ്ഞാൽ നടക്കണ്ടല്ലോ എന്ന് കരുതി. പിന്നെ പഴം, ഏത്തപ്പഴം, നാടൻ പഴമാണ് കേട്ടോ. കടയിൽ കണ്ടപ്പോൾ നാടനായതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. തമിഴ്നാട്ടിലെ പഴമല്ല, നാടൻ പഴമാണ്, നാടൻ പഴം. പിന്നെ അതെന്നാണോ വച്ചേ? അത് ചെറുനാരങ്ങ. എനിക്ക് പ്രഷർ താഴാറുണ്ട്. അപ്പോൾ ഉപ്പിട്ട് കുടിക്കാൻ നിന്നൊക്കെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. അത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ആയിരിക്കും. നെല്ലിക്ക 1/2 കിലോ നെല്ലിക്ക വാങ്ങിച്ചു ഉപ്പ് കൂട്ടി തിന്നാൻ വേണ്ടി. 35 രൂപ 1/2 കിലോയ്ക്ക്. 1 കിലോയ്ക്ക് 70 രൂപ. പിന്നെ ഇഞ്ചി വാങ്ങിച്ചാൽ ഇച്ചിരി ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കറി വെക്കാൻ വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇച്ചിരി മീൻ വാങ്ങിച്ചു. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മീനിൽ പുരട്ടിയിട്ട് അതെല്ലാം കൂടി പുരട്ടിയിട്ട് വറക്കുവാണെങ്കിൽ ടേസ്റ്റ് കൂടുതലുണ്ടെന്ന് കണ്ടേ. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. അതെടുത്ത് അത് ചെമ്പല്ലി ക്ലീൻ ചെയ്തതാണ്. അത് ബീഫ് വയ്ക്കാൻ വേണ്ടിയിട്ട് മീറ്റ് മസാല വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളൊന്ന് വാങ്ങിയത്. വേറൊന്നും വാങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ. ഇത്ര തന്നെയാണോ വാങ്ങിയുള്ളൂ? പറയണ എത്ര തന്നെ വാങ്ങിയുള്ളൂ? സർപ്രൈസൊക്കെ കാണാം. അപ്പം ഇതൊക്കെ എല്ലാം വീട്ടിലേക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. പിന്നെ പൊടികളൊക്കെ ഉള്ളതൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, മീറ്റ് മസാല, മറ്റേ എന്നതാ ഉപ്പ്, അതെല്ലാം ഇവിടെ ഉള്ളതാണ്. അമ്മച്ച അത് എടുക്കുമ്പോൾ അതിലും ഇത് പറ്റുന്നേ. അമ്മച്ച അതിൽ പിടിച്ച് ഞെക്കി നോക്കി. ഇനിയിപ്പോൾ അത് കഴുകണം. ഞാനൊന്ന് ഇരിക്കട്ടെ, എനിക്ക് വയ്യ. തലവേദന എടുക്കുകയാണെങ്കിൽ ഈ ഗുളിക ഇറങ്ങെടുത്ത് കഴിക്കാം. അല്ലെങ്കിൽ വിക്സ് ബാമുണ്ട്. അമ്മച്ചി വരയ്ക്കാത്തിരിക്കണം. അമ്മച്ചിക്ക് അങ്ങനെ പനിക്കണം. അമ്മച്ചി മുറ്റത്തൊന്നും കയറൂല. എപ്പോഴും അമ്മച്ചി വരയ്ക്കാത്ത തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഭയങ്കര പരക്കാത്തായിരിക്കണം. അമ്മച്ചിയോട് പരക്കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ കേൾക്കൂല്ലോ. അമ്മച്ചി രാവിലെ 5:30 ആകുമ്പോൾ എണീക്കും. എന്നിട്ട് അമ്മച്ചി വാതിൽ തുറക്കും. പിന്നെ അമ്മച്ചി മുറ്റത്തോടെ ഇങ്ങനെ നടപ്പാ, മഴയും നനഞ്ഞ. അപ്പം പനിക്കാന്ന് പറഞ്ഞാൽ ഒരർത്ഥവും ഇല്ല. പരക്കാത്തിരിക്കണവർക്കൊന്നും ഒരു പനിയും വരത്തില്ല. പരക്കാത്തിരിക്കണം കേട്ടോ. അമ്മച്ചി പനി ഉണ്ടാക്കി വെക്കണേ. എല്ലാവർക്കും വരും കൂടെ. മുറ്റത്തോടെ ഇങ്ങനെ നടപ്പാണ് രാവിലെ എണീറ്റിട്ട്. എന്നാ നോക്കണേ. അവനകത്തേക്ക് ഡ്രസ്സൊക്കെ മാറി. അപ്പം ഞാനും ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. എന്നിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. അപ്പം നിങ്ങളെല്ലാവരും ഒരുപാട് പേര് കമൻ്റ് ഇട്ട ഒരു കാര്യമാണ്. അത് ഞാൻ ഇന്നങ്ങ് വാങ്ങും. അപ്പം ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. അപ്പം ഞങ്ങൾ ആ സർപ്രൈസ് അങ്ങ് പൊട്ടിക്കാൻ പോവുകയാണേ. ആൻസ് ആണെങ്കിൽ എൻ്റെ അടുത്ത് നിൽക്കുന്നില്ല. സർപ്രൈസ് പറയട്ടെ? പറയണോ അതോ കാണിക്കണോ? ആ, ഏതെങ്കിലും ഒരെണ്ണം ചെയ്യാം. കാണിക്കണോ? അപ്പം ഞങ്ങളാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറിയിട്ടങ്ങ് വന്നിട്ട് ഈശോയെ പോണം. ഞങ്ങളുടെ ബൊമ്മ ഇവിടെ ഉണ്ട് കേട്ടോ. മഴ ആയതുകൊണ്ട് അവനിങ്ങ് കയറ്റി നിർത്തിയേക്കുവാണ്. പോയോ? ഇപ്പം ഇവൻ എന്നെ ഒരു മൈൻഡൊന്നുമില്ലേ. അവന് യാതൊരുവിധ മൈൻഡും ഇല്ല. ഇവിടെ ആണെങ്കിൽ വെട്ടവും ഇല്ല. ഒന്നുമില്ല. പാൻസൂട്ടനിങ് എടുത്തുകൊണ്ട് വന്ന് കാണിക്കും എന്താന്ന്. അപ്പം ഇവന് എന്നെ മൈൻഡ് ഇല്ലാത്തതിൻ്റെ കാരണം എല്ലാവരും പറഞ്ഞു ഈ ബൊമ്മാസനൊരു കൂട്ട് വാങ്ങിച്ചു കൊടുക്ക്,
അവന് മിണ്ടാനും പറയാൻ ആരും ഇല്ലല്ലോ എന്ന്. ഇവനിപ്പോൾ എന്നോടൊന്നും ഒരു സ്നേഹവും ഇല്ലെന്നേ. എന്ത് ചെയ്യാനാന്ന് പറ. അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക. ഇതെന്നാ പിന്നാമ്പുറം കാണിക്കണം, വല്ലൊരു കേസ് കൊടുക്കൂട്ടോ. അപ്പം അതാ നമ്മൾ ഇന്നൊരു സുന്ദരീനെ ഇങ്ങ് വാങ്ങിച്ചുകൊണ്ട് പോന്നു. ഇവളുടെ പേര് വിട്ടു സ്വീറ്റി. ഞാൻ ജനിച്ചപ്പോൾ തൊട്ടുള്ള വീട്ടിലെ പെടക്കോഴിയാണെങ്കിൽ ഞാൻ ഇട്ടുകൊണ്ടിരുന്ന പേര് സ്വീറ്റി എന്നാണ്. ഇവിടെ ആണെങ്കിൽ വെട്ടമൊന്നും ഇല്ലത്. ഇവിടെ തുണിയൊക്കെ ഇട്ടേക്കണോണ്ട് ലൈറ്റിൻ്റെ വെട്ടം അങ്ങോട്ട് മാറിയിരിക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിലെ പുതിയ മെമ്പറാണ് കേട്ടോ സ്വീറ്റി. ബാ ബെബെ 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 ബാ. അതിനാടോ മുട്ടനാടോ? അപ്പം ഇച്ചിരി അരിയൊക്കെ കൊണ്ട് കൊടുത്ത് ഇവർ രണ്ടുപേരും ഒന്ന് കൂട്ടായി സെറ്റായി. സ്വീറ്റി നമ്മളുമായിട്ടൊന്ന് ഇണങ്ങട്ടെ എന്നൊക്കെ ഓർത്ത് ഞങ്ങൾ ഈ പുറകിലങ്ങ് നിർത്തിയേക്കോട്ടെ. ഇപ്പൊക്കെ കൊണ്ടുവന്നതേ ഉള്ളൂ. ഈ ലഡു ആരും ഇവിടെ പൊട്ടിച്ചിടാൻ പറഞ്ഞേ? ഒരു സെക്കൻഡ് കൊണ്ട് ഇപ്പൊ ഉറുമ്പ് വേഗം അടിച്ചാളോ. ഒരു സെക്കൻഡ് മതി അവിടെ ഉറുമ്പ് വരാൻ. വേഗം തന്നെ പൊട്ടിച്ചാളോ. ഈ ലഡു വാങ്ങിയതേ പൂവന് കൊടുക്കാനല്ല. ഒരു തുള്ളി ഇല്ലാതെ അടിച്ചോണ്ട് പോകും. ഒരു സെക്കൻഡ് കൊണ്ട് ദേ കിടക്കണം. ഇവരെങ്ങോട്ട് പോവാ? ഇങ്ങോട്ട് വരുമൊന്നും വേണ്ടതേ. സ്വീറ്റിയുടെ അടുത്ത് പോയി നിന്ന് കൂട്ടാവ്. സെറ്റായിക്കേ രണ്ടുപേരും കൂടെ. അപ്പം ഞങ്ങളതാ ഇതിലെല്ലാം കയറി നടക്കുമെന്നും പറഞ്ഞ് ഒരുത്തി അതിൻ്റെ മുകളിൽ കയറി നിൽക്കണം. പൂവനങ്ങ് ചെന്നപ്പോഴത്തേക്കും ഇത് ഏത് ഏതപ്പ ഈ കോതമംഗല എന്നും പറഞ്ഞ് തോന്നിക്കുന്നു. ഇതെങ്ങോട്ടാ ഈ ഇറങ്ങി പോണേ? അപ്പോഴേ അവളെങ്ങെടുത്തേ. ആർക്കറിയാം. ഇങ്ങ എടുക്കാം. വെല്ലമൊക്കെ കൊത്തി തിന്ന് ചാവാതെ ഇങ്ങ എടുക്കാനതിനെ. ഞങ്ങൾ ചകഞ്ഞു പഠിച്ച കോഴിയായിരിക്കും. ഏതൊക്കെ വീടാടാ ചെറുക്കാന്ന്. ചെല്ലടാ ചെറുക്കാ, പോയി വർത്താനം പറയടാ. ഇവനെന്നെ ആകെ ഒരു നാണം. വാ, ആ വെള്ളം കുടിപ്പിക്കല്ലേ. നമ്മളവിടെ അലക്കുമ്പോഴൊക്കെ എന്തെങ്കിലും കഴുകുകയോ പെട്ടെന്ന് വാഷ് ചെയ്യുമ്പോഴൊക്കെ വെള്ളം കൂടെ ഒഴുകി വരുന്ന. പിന്നെ ഇവിടെ മുറി കഴുകുമ്പോഴൊക്കെ അവിടെ ഒരു ചെരിവുണ്ട് ആ മൂലയ്ക്ക്. അതുകൊണ്ട് ആ വെള്ളമല്ല അവിടെ പോയി കിടക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അവളെ ഇങ്ങ് വിളിക്കാം. എടാ നിന്നോടാ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞ, പോയി കൊണ്ടുപോടാ. മമ്മാസിനോട് ഇവള് കൂട്ടില്ലാന്നോ? ഫസ്റ്റ് എന്നോടാരും കൂടണില്ലാന്ന്. മിണ്ടറാ പോയി അതിനോട് വർത്താനം പറയടാ പോയി. എന്നാ അപ്പം അവള് വണ്ടിയിലോ? ബൊമാസേ ബെബെ ബെബെ സ്വീറ്റിയേ ഇനി വന്നേടിയേ. അവർ സെറ്റായി പതുക്കെ. ഇനി എന്നാ ചെയ്യണ്ടേന്നതേ പൂവൻ ചോദിച്ചോണ്ട് വന്നു. അത് വർത്താനം പറയാൻ അവിടെ പോയി. ചെല്ല, ഇതിപ്പോൾ കൺഫ്യൂഷനാ. എടാ ഇതെന്തോന്നടാ ഇത്? ഇവൻ വന്നിട്ട് ചോദിക്കുക അവള് കൂടുതലൊന്നും മിണ്ടുന്നില്ലാന്ന്. ഇപ്പം മടിയിലൊന്നും ഇപ്പൊ കയറണില്ല കേട്ടോടാ. അവന് നാടക്കേടാണ്, അവന് പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് അവന്. അവൻ മടി മസിൽ പിടിച്ച് നിൽക്കുന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോഴത്തേക്കും അയ്യോ എന്റെ പൂവൻ ഇങ്ങനെ ആയി പോയേ, എന്റെ പൂവൻ ഇങ്ങനെ ആയി പോയേ. മസിലും പിടിച്ച് നിൽക്കുന്നു മടി കയറാൻ. ഞാൻ വീട്ടിലുള്ള ഞാനേ വീട്ടിലുള്ള കുട്ടിയാന്ന് ഇപ്പൊ പെട അറിയൂലെന്ന് ഓർത്തെ. മിണ്ടത് ഇപ്പൊ കേറണില്ലടാ മടിയില്. ഇവന് ആള് കൊള്ളാൻ കഷ്ടത്തിലേക്ക് കയറി ഇതെന്നെ എന്നെ നാണം കെടുത്തല്ലേന്ന്. അങ്ങനെയൊന്നും കേറൂലെന്ന് കേറാൻ മടിച്ചു നിക്കുന്ന കൊള്ളാല. ഞാൻ കേറൂല്ലടാ പെട കണ്ട നാണക്കേടാടാന്ന്. എന്റെ ചേട്ടായി ഞാൻ അങ്ങനെയൊന്നും കേറില്ല ചേട്ടായി. ഇത് നാണക്കേടാണോ? നാണക്കേടാണോന്നേ? മാറി പോടാ ഇറക്കാതെ മനുഷ്യനെ. എന്നാ പെട
എന്നാന്നേ നഖാണ് ഇച്ചിരി സഹിച്ചോളണം. കോഴീനെ നീ അല്ലേ വാങ്ങിയത്? പെടേ വന്നേ, അവനെ വിടറാ, പോട്ടെ, അവര് തമ്മിൽ കൂട്ടാവട്ടെ. ആ തന്തുനാനേന പിന്നെ ജീവിതം തുന്തരാനേന. ഡാ ബൊമാസേ, ഡാ അവന് എന്തുവാടോ ഒരുമാതിരി സ്റ്റാച്യു ഓഫ് ലിബർട്ടി പോലെ നിൽക്കുന്നത്. ഭയങ്കര കോമഡി ആയി പോയിട്ടോ അത് മൊത്തത്തില്. ആയാലോ ആ നല്ല കൂട്ടുകാരായാലോ. അത്രയും കോഴികൾ അവിടെ ഉണ്ടായിരുന്നതിൽ ആയുസുള്ളൊരു കോഴിപ്പട ഇവളാണ്. ബാക്കി എല്ലാവരും ചിക്കൻ വിലയ്ക്ക് വിൽക്കും. ഇത് ചിക്കൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്, ബൊമാസിനെ വാങ്ങിയ കടയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ. അപ്പം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, അന്ന് വാങ്ങിയ പൂവിന് പെടയില്ല, കൂട്ടില്ലാത്തതുകൊണ്ട് ഒരു പെടേനെ വേണമെന്ന് പറഞ്ഞു. കിലോയ്ക്ക് 220 രൂപ നാടൻ കോഴിക്ക്. ഇവിടെ 2,200 അപ്പം 480 രൂപയ്ക്ക്, 484 480 രൂപയ്ക്ക് തന്നു. ഞാൻ പൊന്നാ അമ്മ കൂട്ടാ, ബൊമ്മാസിന് 10,650 രൂപ എങ്ങാണ്ടായത് അല്ലടാ, 600 650 അത്ര എങ്ങാണ്ടായി. അപ്പോൾ ദാ ഇവിടെ അങ്ങോട്ട് പോവാ. അപ്പോൾ ദാ ഇവിടെ ഇഷ്ടം പോലെ അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അയ്യോ, നിങ്ങൾ അരിയൊക്കെ തിന്ന് രണ്ടുപേരും മിണ്ടിയും പറഞ്ഞൊക്കെ ഇരി, നമ്മളങ്ങ് പോയേച്ചും വരാം. അവർ ഭയങ്കര വർത്താനാണല്ലോ. മാറിക്കണ ചേർക്കാം. സുന്ദരം അതൊന്ന് വർത്താനൊക്കെ പറഞ്ഞാട്ടാ. തീറ്റയൊക്കെ തിന്നാണ്. എനിക്കോടെ എൻ്റെ ചെരുപ്പും കിടത്തോടാ, മറന്നും പോയി. അപ്പാ ഗുളിക കഴിച്ചാ? പിന്നെ എടാ വാതിലടയ്ക്കടാ, എടാ വാതിലടയ്ക്കടാ, പൂവനിറങ്ങി പോരുന്നു. അപ്പോൾ സർപ്രൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന എല്ലാവരും പറയാറുണ്ട് നമ്മുടെ ബൊമ്മാസിനൊരു പെടക്കുഞ്ഞിനെ വാങ്ങിച്ചു കൊടുക്കാൻ. അപ്പം അവൻ്റെ കാര്യം അവിടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഒന്ന് വരുന്ന സെറ്റാക്കി കൊടുത്ത് സ്വസ്ഥം സമാധാനം ആയിട്ട് നമ്മളും ഇരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ രാവിലെ പള്ളിയിലൊക്കെ പോയി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത ഞായറാഴ്ച എങ്ങാണ്ട് നമ്മൾ പിരിവ് വയനാട് ദുരന്തത്തിലേക്ക് പള്ളിയിലേക്ക് കൊടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവരും സാധാരണ 10 രൂപയൊക്കെ ആയിരിക്കും നേർച്ച ഇടുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാകുമ്പോൾ കുറച്ച് നോക്കി കണ്ടൊക്കെ ആയിട്ട് ഇടാനായിട്ടായിരിക്കും ഈ ആഴ്ച തന്നെ പറഞ്ഞിട്ടാണ്. പിന്നെ പുതിയ ഡ്രസ്സ് അങ്ങനെയൊക്കെ കളക്ഷൻസൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നവർക്കൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ ദാ ഇവിടെ ഒരാൾ ലഡു, ഞാനൊരു 10 ലഡു വാങ്ങിയത് ഇപ്പോൾ തിന്ന് തീർക്കുന്നത് ഇവനാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ദൈവം സഹായിച്ച് വേറെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിൽ ഒരുപാട് സന്തോഷം. കൊളസ്ട്രോൾ, പ്രഷർ, ഷുഗർ ഒന്നും ഇല്ലാത്തത് വളരെ നല്ല കാര്യം. ദൈവം നമ്പുരാനോട് നന്ദി. അപ്പം നമ്മൾ വീണ്ടും പുതിയ വിശേഷം പുറത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ആൻസൂട്ടറാണെങ്കിൽ അടുത്ത ആഴ്ച 7-ാം തീയതി മുതൽ പരീക്ഷ തുടങ്ങുവാണ് കേട്ടോ. ടേം എക്സാം തുടങ്ങുവാണ്, യൂണിറ്റ് ടെസ്റ്റ്. അപ്പം എല്ലാവരും ആൻസൂട്ടറിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കുക, പഠിക്കാനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. കമൻറ്റിലൊക്കെ ആൻസൂട്ടാ പഠിക്കണം എന്നൊക്കെ പറയുക. അപ്പം ആൻസൂട്ടൻ പഠിച്ചോളും. ഒരു ഉന്തൊക്കെ കൊടുക്കണം ഇങ്ങനെ പുറകിൽ നിന്ന് പതുക്കെ. അപ്പം വീണ്ടും പുതിയ വിശേഷം അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതുവത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവായിരിക്കും. ബൈ. ലഡു ആണോടാ എല്ലാവർക്കും കൊടുക്കണേ.